ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രത്യേകമായി ക്യാൻസർ രോഗികൾക്ക് അത്ഭുത സൗഖ്യം കിട്ടുന്നതിനു വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ക്യാൻസറിൻ്റെ രോഗം ബാധിച്ചിരിക്കുന്നു എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന മറ്റ് ക്യാൻസർ രോഗികളെ എല്ലാം ഈ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, ദൈവമേ, നിന്നിൽ എല്ലാവർക്കും സൗഖ്യമുണ്ടല്ലോ എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം മറ്റ് എല്ലാ രോഗങ്ങളും ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. രോഗികളുടെ വൈദ്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കടന്നു വന്ന്, ദൈവത്തിൻ്റെ സൗഖ്യദായകമായ വചനം കടന്നു വന്ന് ഇന്ന് എല്ലാവർക്കും അത്ഭുത സൗഖ്യം ലഭിക്കാൻ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവർ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസം അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളുടെ ശരീരം അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും, ക്യാൻസർ രോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. പിതാവായ ദൈവമേ, ക്ഷീണിച്ചിട്ടും പ്രത്യാശയാൽ നിറഞ്ഞ ഒരു ഹൃദയത്തോടെയാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നത്. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിൻ്റെയും സ്രഷ്ടാവാണ് അങ്ങ്. ഈ സമയം ക്യാൻസർ രോഗികളെ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ പൂർണ്ണമായി അങ്ങ് അറിയുന്നു. ഞാൻ ജനിക്കുന്നതിന് മുൻപ് അങ്ങേക്ക് എൻ്റെ പേര് അറിയാമായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹനിർഭരമായ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവായ യേശുവേ, അങ്ങ് രോഗികളുടെ ഇടയിൽ നടന്നു, തകർന്നവരെ സ്പർശിച്ചു, മറ്റുള്ളവർ ഉപേക്ഷിച്ചവരെ അങ്ങ് സുഖപ്പെടുത്തി. നിരാശയുണ്ടായിരുന്നിടത്ത് അവിടുന്ന് പ്രത്യാശ പുനഃസ്ഥാപിച്ചു. ഇന്ന് ക്യാൻസർ രോഗികളുടെ അടുത്ത് നീ വരണമേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ അവരുടെ മേൽ വെക്കണമേ. ഈശോയെ, അങ്ങയുടെ വചനം പറയുന്നു, അവൻ്റെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ഒരു രോഗവും അങ്ങയുടെ ശക്തിയേക്കാൾ വലുതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാൻസർ രോഗം അങ്ങയുടെ നാമത്തേക്കാൾ വലുതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ നാമത്തിൽ, യേശു നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. രോഗികളുടെ ആശ്വാസമായ കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. ക്യാൻസർ രോഗികൾക്ക് സൗഖ്യമായ യേശു നാമത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എല്ലാ രോഗനിർണയത്തെക്കാളും വലുതാണ്. അങ്ങയുടെ സ്നേഹം ഭയത്തേക്കാൾ ശക്തമാണ്. കർത്താവേ, ക്യാൻസർ ബാധിച്ച എല്ലാ അവയവങ്ങളെയും, എല്ലാ കോശങ്ങളെയും, എല്ലാ ടിഷ്യൂസ്, ഓരോ തുള്ളി രക്തത്തെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രോഗശാന്തിയുടെ ശക്തി ഇപ്പോൾ ക്യാൻസർ ബാധിച്ച ശരീരത്തിലൂടെ ഒഴുകട്ടെ. എല്ലാ ക്യാൻസർ കോശങ്ങളെയും നശിപ്പിച്ചു കളയണമേ. ആരോഗ്യമുള്ള കോശങ്ങൾ പുനഃസ്ഥാപിക്കണമേ. കർത്താവേ, അവരുടെ ശക്തി ദിനം പ്രതി പുതുക്കണമേ. ഓരോ ചികിത്സയും, എല്ലാ മരുന്നും, എല്ലാ ശസ്ത്രക്രിയയും, ഓരോ ഡോക്ടറും ഓരോ നഴ്സും അങ്ങയുടെ രോഗശാന്തി വരത്തിൻ്റെ ഉപകരണങ്ങളാക്കി അങ്ങ് മാറ്റണമേ. പിതാവായ ദൈവമേ, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കം ചെയ്യണമേ. ഉത്കണ്ഠയെ അങ്ങയുടെ പൂർണ്ണമായ സമാധാനത്താൽ മാറ്റി സ്ഥാപിക്കണമേ. അവർക്ക് ബലക്കുറവ് തോന്നുമ്പോൾ അവരുടെ ശക്തിയായിരിക്കണമേ. അവർ നിരുത്സാഹപ്പെടുമ്പോൾ
കർത്താവേ, നീ എപ്പോഴും അവരോടൊപ്പമുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കണമേ. അവരുടെ ഉള്ളിൽ വീണ്ടും പ്രത്യാശ ഉദിപ്പിക്കണമേ. കർത്താവേ, അവരോട് ചേർന്ന് നിൽക്കുന്ന ക്യാൻസർ രോഗികളുടെ കൂടെ നിൽക്കുന്ന അവരുടെ കുടുംബത്തെ, അവരുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവർ ഭയപ്പെടുമ്പോൾ അവർക്കും ധൈര്യവും, ഉത്കണ്ഠപ്പെടുമ്പോൾ അവർക്കും സമാധാനവും നൽകി, അവർ നിരുത്സാഹപ്പെടുമ്പോൾ വിശ്വാസം നൽകി അവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഭയം പൂർണ്ണമായും എടുത്തുമാറ്റി അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ക്യാൻസർ രോഗികളെ പരിചരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും അവിടത്തേക്ക് കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ സമർപ്പിക്കുന്നു. അവർക്ക് ജ്ഞാനവും കാരുണ്യവും വൈദഗ്ധ്യവും നൽകണമേ. അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അവിടുന്ന് തന്നെ നയിക്കണമേ. കർത്താവേ, മനുഷ്യരുടെ കഴിവിൽ മാത്രമല്ല, ദൈവിക വൈദ്യനായ അങ്ങയിലും ഞങ്ങൾ വിശ്വാസം ഉറപ്പിക്കുന്നു. രോഗശാന്തി പെട്ടെന്ന് വന്നാലും ചികിത്സായാത്രയിലൂടെ വന്നാലും നീ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. ഓരോ നിമിഷവും ഈ രോഗികളുടെ അടുത്ത് നീ ഉണ്ടാകണമേ. നിരാശയെയും ഭയത്തെയും മാറ്റി എൻ്റെ ഭാവി അവസാനിച്ചു എന്ന് പറയുന്ന എല്ലാ നുണകളെയും നിരസിച്ചു കളഞ്ഞ്, കർത്താവേ, എൻ്റെ ജീവിതം സർവശക്തനായ ദൈവത്തിൻ്റെ കൈകളിലാണ്. മുന്നോട്ടുള്ള വഴി കാണാൻ കഴിയാത്തപ്പോഴും ഞാൻ നിന്നിൽ വിശ്വസിക്കാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം കൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ രോഗികൾക്ക് ഏറ്റവും വലിയ ഔഷധമായി മാറട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആരെങ്കിലും ക്യാൻസറിനോട് മല്ലിടുകയാണെങ്കിൽ നിന്റെ രോഗശാന്തി അവരിലേക്ക് അയക്കണമേ. അവരെവിടെയായിരുന്നാലും അവരിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുത സൗഖ്യം എത്തട്ടെ. കീമോതെറാപ്പി, റേഡിയേഷൻ, ശസ്ത്രക്രിയ എന്നിവയ്ക്ക് വിധേയരാകുന്നവരെ ശക്തിപ്പെടുത്തണമേ. അവരുടെ ശരീരങ്ങളെ പുതുക്കണമേ. നിന്റെ സമാധാനവും സ്നേഹവും കൊണ്ട് കർത്താവേ, അവരെ ചുറ്റിപ്പിടിക്കണമേ. ബയോപ്സിക്ക് അയച്ചിരിക്കുന്ന റിസൾട്ട് വരുമ്പോൾ അതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കേൾക്കാൻ നീ ശക്തമായി ഇടപെടണമേ. എല്ലാ ടെസ്റ്റ് റിസൾട്ട്സും നോർമലാക്കണമേ. കർത്താവേ, എല്ലാ പ്രാർത്ഥനകളും നീ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്റെ മക്കളെ നീ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്നതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എനിക്കിതുവരെ കാണാൻ കഴിയാത്ത വിധത്തിൽ നീ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ഭാവിയെയും എൻ്റെ ജീവിതത്തെയും ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിന്റെ തിരുവിഷ്ടം നിറവേറ്റണമേ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ആശ്വാസം നൽകണമേ. ആരോഗ്യ സംരക്ഷണ വിദഗ്ധരിൽ നിന്നുള്ള ഉചിതമായ വൈദ്യപരിചരണവും മാർഗനിർദ്ദേശവും സഹിതം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാവർക്കും രോഗശാന്തിയും അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവനെ പാതാളത്തിൽ നിന്ന് അങ്ങോട്ട് രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ. അങ്ങയുടെ സ്നേഹവും കാരുണ്യവും കൊണ്ട് ഇന്ന് ഞങ്ങളെ കിരീടമണിയിക്കണമേ. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു എന്നരുളി ചെയ്ത ദൈവമേ, ഇന്ന് ക്യാൻസർ രോഗികളുടെ മേൽ നീ കരുണയുണ്ടായി അവരുടെ യൗവനം വീണ്ടെടുക്കാൻ, കഴുകൻ്റേതുപോലെ അവർക്ക് ശക്തി വീണ്ടെടുക്കാൻ നീ അവരെ നവീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും എന്ന് കർത്താവേ നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ജെറമിയ പ്രവാചകനിലൂടെ നീ അരുളി ചെയ്ത ഈ വചനത്തിൻ്റെ ശക്തിയാലെ ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവേ, 1 പത്രോസ് 2:24 നീ വാഗ്ദാനം ചെയ്യുന്നു, പാപങ്ങളിൽ നിന്ന് മുക്തരായി നാം നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ മരത്തിൽ വഹിച്ചു, അവൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യപ്പെട്ടു. ഈശോയെ, ഈ സൗഖ്യദായകമായ വചനത്താൽ എല്ലാ ക്യാൻസർ രോഗികളെയും നീ സുഖപ്പെടുത്തണമേ. അവരുടെ ക്യാൻസർ കോശങ്ങളിലേക്ക് അത്ഭുത സൗഖ്യം
കടത്തിവിട്ട് അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗികളെയും ഈ സമയം നീ സ്പർശിക്കണമേ. രോഗപീഠയിലായിരിക്കുന്ന എല്ലാവർക്കും അത്ഭുത സൗഖ്യം നൽകണമേ, ആശ്വാസം നൽകണമേ. ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നീ ശക്തി നൽകണമേ. സൗഖ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവേ, ഈ രോഗത്തിന് സൗഖ്യമുണ്ട് എന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവായ ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വൈദ്യചികിത്സയ്ക്ക് അസാധ്യമായത് എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് സാധ്യമാണ്. ഈശോയെ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ രോഗികളുടെ മേൽ നീ കരം വയ്ക്കണമേ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. ക്യാൻസർ രോഗികളുടെ മേൽ കരുണ തോന്നി ഇപ്പോൾ അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ, ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതവും വിടുതലും ശക്തിയും രോഗശാന്തിയും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളെ, എത്തുന്ന സ്ഥലങ്ങളെ, ഭവനത്തെ എല്ലാം നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ക്യാൻസർ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകണമേ. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് വലിയ രോഗശാന്തി, ഇതാരൊക്കെ പ്രാർത്ഥിച്ചോ അവർക്ക് രോഗശാന്തി നൽകുന്ന വലിയ ഔഷധമാക്കി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ രോഗികൾക്കും അത്ഭുത സൗഖ്യം നൽകട്ടെ. പ്രത്യേകമായി ക്യാൻസർ രോഗികൾക്ക് ശക്തിയും ബലവും പ്രത്യാശയും പ്രതീക്ഷയും നൽകി പൂർണ്ണ ആരോഗ്യം നൽകി ക്യാൻസർ കോശങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം നിറച്ച് ദൈവത്തിൻ്റെ അഗ്നിയാൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവവചനത്താൽ പൂർണ്ണമായി ശക്തി പ്രാപിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗികളുടെ മേലും ഈ സമയം ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് രോഗശാന്തി അഭിഷേകം നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ, ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.